ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങളുടെ വീട്ടിലെ ഡിസിഷൻ എടുക്കുന്ന ആരാ? ഹസ്ബൻഡാണോ വൈഫാണോ? ആരാ എടുക്കാറ്? ആരെടുത്താലും എന്താ, കാര്യങ്ങൾ നടന്നാൽ പോയി. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇനിയും ചിന്തിക്കില്ല കേട്ടോ. അത് വേറൊന്നും കൊണ്ടല്ല, ഇപ്പം നമ്മുടെ ഒരു ഫാമിലിയിൽ ഹസ്ബൻഡും വൈഫും കുട്ടികളും ഒക്കെ ആയിട്ട് താമസിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ഡിസിഷൻ എടുത്താലും അത് തമ്മിൽ സംസാരിച്ചിട്ട് മാത്രം ഫൈനൽ ചെയ്യുക. ഓക്കെ, അതാണ് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ. പല വീടുകളിലും അത് മിസ് ചെയ്യാറുണ്ട്. അത് അങ്ങനെ ആവല്ലോ. ഓക്കെ, ഇപ്പോൾ പണ്ട് കാലത്തൊക്കെ നമ്മുടെ അച്ഛന്മാരുടെ അപ്പൂപ്പന്മാരുടെയൊക്കെ ടൈം എടുക്കുവാണെന്നുണ്ടെങ്കിൽ അന്ന് ഭൂരിപക്ഷം വീടുകളിൽ എന്ന് പറഞ്ഞാൽ ആണുങ്ങൾ ഒന്ന് ഡിസിഷൻ എടുക്കും, അവർ തന്നെ തീരുമാനിക്കുക, അവർ തന്നെ ചെയ്യുക, അങ്ങനെയാണ്. അപ്പോൾ പെണ്ണുങ്ങൾക്ക് അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിലും പറയാൻ പറ്റണമെന്നില്ല, അവർ കേൾക്കാറുമില്ല, ചോദിക്കാറുമില്ല. അപ്പോൾ അത് ശരിക്കും ആ ഒരു വൈഫിനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ വളരെ വിഷമമുള്ളൊരു കാര്യമാണ്. അതായത് എന്നോടൊന്നും അഭിപ്രായം ചോദിച്ചില്ലല്ലോ, അല്ലെ എനിക്ക് ഇന്നത് പറയാനുണ്ടായിരുന്നു, അങ്ങനെ എപ്പോഴും നമ്മുടെ ഉള്ളിലൊരു വിഷമം അതിങ്ങനെ കാണും. ആദ്യമൊക്കെ നമുക്കത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യാറുണ്ട്. പക്ഷെ മുമ്പോട്ട് ചെല്ലും തോറും പിന്നെ അത് മൈൻഡ് ചെയ്യാതാവും. അങ്ങനെയാണ് പല വീടുകളിലും നടന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പൊ മിക്കവാറും പറയുവാണെങ്കിൽ ജോലി ഇല്ലാത്തൊരു വൈഫിന്റെ സിറ്റുവേഷൻ കൂടെ ആണെങ്കിൽ നമുക്ക് പിന്നെ പറയണ്ട, ഇതിനപ്പുറം. പക്ഷെ ഈ ഒരു ടൈമിൽ അത് കുറേയൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. കാരണം ഹസ്ബൻഡും വൈഫും കൂടെ ചേർന്നിരുന്നാണ് കൂടുതൽ ഡിസിഷനൊക്കെ എടുക്കുന്നതെങ്കിലും ഈ ഒരു കാലയളവിലും 40% വീട്ടിലും ഇപ്പോഴും ഇത് നടക്കാതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറഞ്ഞത്. എനിക്ക് തന്നെ പേഴ്സണലി അറിയാവുന്ന പല ഫാമിലീസിലും ഇതുപോലെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും അവരത് വിഷമം പോലെ നമ്മളോട് ഷെയർ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാമെന്ന് വെച്ചത്. കാരണം ഇങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ ഇനിയെങ്കിലും നിങ്ങളത് മാറ്റുക. കാരണം നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിനോട് ഡിസ്കസ് ചെയ്യുക, അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുക. നിങ്ങൾ രണ്ടുപേരോടെ ചേർന്നിട്ട് ഒന്നിച്ച് നിന്നിട്ട് വേണം ഒരു ഡിസിഷൻ, അത് ഏത് കാര്യം ആയിക്കോട്ടെ, നിങ്ങളുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു കാര്യം ചെയ്യുക. ഓക്കെ, ഇതുപോലെ തന്നെ നമ്മുടെ മക്കളും ഒരു അറിവൊക്കെ ആയി അവരുമായിട്ടും കൂടെ ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരോടും കൂടെ അഭിപ്രായങ്ങൾ ചോദിക്കുക, അവരുമായിട്ടും കൂടെ ഡിസ്കസ് ചെയ്യുക. എന്നിട്ട് എല്ലാവരും കൂടെ ചേർന്നിരുന്നൊരു ഡിസിഷൻ എടുക്കുക. അതാണ് ഒരു ഹാപ്പി ഫാമിലിയിലെ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യം. ഓക്കെ, അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഫാമിലി ലൈഫിൽ വലിയ പ്രശ്നങ്ങളൊന്നും വരത്തില്ല, വലിയ വഴക്കുകളും ഉണ്ടാകത്തില്ല. എൻ്റെ പേഴ്സണൽ ലൈഫിൽ തന്നെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞങ്ങൾ രണ്ടുപേരും കൂടെ ഡിസ്കസ് ചെയ്തിട്ടാണ് അത് തീരുമാനിക്കാറ്. ഒരാളായിട്ട് ഒരിക്കലും ഒരു ഡിസിഷൻ എടുത്തിട്ടില്ല. ഞങ്ങളുടെ മാരേജിന് ശേഷം ഇന്ന് വരെ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടേ ഇല്ല. നമ്മളിൽ ഒരാളുടെ പ്രസൻസ് ഇല്ലേ പോലും നമ്മൾ എന്താ ചെയ്യാൻ, നമ്മൾ ആ ഒരു കാര്യം പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചിട്ട് പിന്നീട് അത് ഡിസ്കസ് ചെയ്തിട്ട് മാത്രമാണ് അത് കൺഫേം ചെയ്യാറ്. ഇപ്പം പുറത്തെവിടെയെങ്കിലും വെച്ചിട്ട് എന്തെങ്കിലും ഒരു സ്റ്റേജിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഉടനെ അത് ഫോൺ ചെയ്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുക, ഇങ്ങനാണ് അപ്പം എന്താണെന്നുള്ള കാര്യം ഫോണിലൂടെയാണെങ്കിലും നമ്മൾ ഡിസ്കസ് ചെയ്യുക, ഒരു ഡിസിഷൻ എടുക്കുക, എന്നിട്ട് അത് നമ്മൾ പ്രൊസീഡ് ചെയ്യും. ചിലപ്പോൾ പ്രത്യേക ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ നമ്മൾ തന്നെ ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരും. അത് നമ്മൾ ഇൻഡിവിജ്വലായിട്ട് തന്നെ എടുക്കുക. അതല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ ഫാമിലിയിൽ നമുക്ക് മാക്സിമം എന്തെല്ലാം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തെടുക്കേണ്ട സിറ്റുവേഷൻ വരുന്നോ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ രണ്ടാളുടെ അഭിപ്രായം കൺസിഡർ ചെയ്തിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ നമ്മൾ പോകാന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ തന്നെ അതിൻ്റെ ഒരു ഹാപ്പിനെസ്സും ആ ഒരു പോസിറ്റീവ് വൈബും ഒക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പം ഇനിയെങ്കിലും അങ്ങനെ കൺസിഡർ ചെയ്യാത്തവരാണെങ്കിൽ നിസ്സാരമെന്ന് കരുതി തള്ളല്, നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ഉറപ്പായിട്ടൊന്ന് ഷെയർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഒന്ന് ചെയ്യുന്നൊരു ഡിസിഷൻ എടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്.